അതൊരു ഞായറാഴ്ചയായിരുന്നു. വൈകുന്നേരം മങ്ങിയ വെളിച്ചത്തിൽ ഞാൻ ഹാളിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് മുൻവാതിൽ പതിയെ തുറന്നു. ഒരു തണുത്ത കാറ്റ് ഉള്ളിലേക്ക് അടിച്ചു. സാധാരണ അങ്ങനെ തുറക്കാത്ത വാതിലായിരുന്നു അത്. ഞാൻ പേടിച്ചു നോക്കുമ്പോൾ വാതിലിലൂടെ ഒരു നിഴൽ പതിയെ അകത്തേക്ക് കയറി വരുന്നു. അതൊരു മനുഷ്യരൂപമായിരുന്നില്ല, കറുത്ത നേർത്ത ഒരു രൂപം. നിലത്ത് തൊടാതെയാണ് അത് നീങ്ങുന്നത്. എന്റെ ശരീരം. ബാക്കി കാണുന്നതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ബാക്കി കേൾക്കാം. തണുത്തുറഞ്ഞു. ഞാൻ കസേരയിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു, പക്ഷേ കഴിഞ്ഞില്ല. എന്റെ കാലുകൾക്ക് അനങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ രൂപം പതിയെ ഹാളിലൂടെ നീങ്ങി നേരെ അടുക്കളയുടെ അടുത്തേക്ക് പോയി. അടുക്കളയിൽ നിന്ന് എന്തോ നിലത്ത് വീഴുന്ന ശബ്ദം കേട്ടു. പിന്നെ ആരോ പാത്രങ്ങൾ വലിച്ചെറിയുന്നതുപോലത്തെ ഒച്ച. പേടിച്ച് ഞാൻ കണ്ണടച്ചു. അച്ഛനും അമ്മയും മുറിയിൽ ഉറങ്ങുകയായിരുന്നു. അവരെ വിളിക്കാൻ പോലും എനിക്ക് ധൈര്യമുണ്ടായില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ നിന്ന് ഒരു അഴുക്കുനാറ്റം അടിച്ചു. ചീഞ്ഞ മാംസത്തിന്റെ ഒരുതരം ദുർഗന്ധം. പിന്നെ ആ രൂപം അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അത് എന്നെ നോക്കി. കണ്ണുകളില്ലാത്ത ഒരു മുഖം, ഒഴിഞ്ഞ കുഴികൾ മാത്രം. അതിന്റെ വായിൽ നിന്ന് ഒരുതരം ശബ്ദം പുറത്തുവന്നു. അത് കരച്ചിലാണോ ചിരിയാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. ആ രൂപം പതിയെ എന്റെ അടുത്തേക്ക് നീങ്ങി വന്നു. എന്റെ അടുത്തു വന്നതും മുറിയാകെ തണുത്ത് വിറയ്ക്കാൻ തുടങ്ങി. എന്റെ ശ്വാസം നിലച്ചു പോകുന്നതുപോലെ തോന്നി. ഞാൻ ഉറക്കെ അലറി വിളിച്ചു. അച്ഛനും അമ്മയും ഓടിവന്നു ലൈറ്റിട്ടു. അപ്പോൾ അവിടെ ആ രൂപമോ ദുർഗന്ധമോ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ നിമിഷം, ആ തണുപ്പ്, ആ കണ്ണുകളില്ലാത്ത മുഖം, അതൊന്നും എന്റെ ഓർമ്മയിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല. ഇപ്പോൾ രാത്രിയാകുമ്പോൾ ഞാൻ വാതിലുകൾ ഇറുക്കി അടയ്ക്കാറുണ്ട്.